ഭാഗ്യമില്ല ഗൈസ്. അമർത്ത് അമർത്ത് പെണ്ണേ. അത്ര ടേസ്റ്റ് ഇല്ല. വെള്ളം എവറി സിംഗിൾ പെന്നി വർത്ത് എന്ന് പറയും. Good morning guys. This is day 4. Last day. അയ്യോ ഉറക്കം വരണം. ഇന്ന് നല്ല ക്ഷീണം. ഇന്നലൊക്കെ നേരത്തെ ഉണ്ട്. നല്ല ക്ഷീണം. അച്ഛനും മോളും തുണിയാണ്ട് കിടക്കുക, അതുകൊണ്ട് കാണിക്കില്ല. ന്യൂഡിറ്റി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ യൂട്യൂബ് എൻ്റെ ചാനലേ അടിച്ച് കളയും. കുട്ടിയല്ലേ, പ്രത്യേകിച്ച് കുട്ടികളൊന്നും അങ്ങനെ കാണിക്കാൻ പാടില്ല. ലൈക്ക് ഡ്രസ്സിലാണെന്ന് അങ്ങനെ കാണിക്കാൻ പാടില്ല. സോ യാ, നമ്മളിന്ന് സൂ കവർ ചെയ്യും. കുഞ്ഞാപ്പിക്ക് കടുവേനെ കാണിച്ചു കൊടുക്കും അല്ലേ. പിന്നെ ഇത് കാണിക്കണ്ടേ, മാർക്കറ്റിൽ നമ്മൾ പോയ മാർക്കറ്റിൻ്റെ അപ്പുറത്തൊരു മാർക്കറ്റ് ഉണ്ട്, ഫിക്സ്ഡ് പ്രൈസിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണം. പിന്നെ എവിടെയാണ് പോണേ? ഇനി ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. ഫസ്റ്റ് ചർച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൊട്ടടുത്താണ്, ഇങ്ങനെ ചേർന്ന് നിൽക്കാണ്. കതുവേനെ കാണാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് നീ ഒന്ന് പല്ല് തേച്ച് കുളിച്ച് സെറ്റായിട്ട് ആനയുണ്ടാവും സെറ്റായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നൈസ്, നമ്മളെല്ലാം സെറ്റായി നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ ഇനി നമ്മൾ സൂവിലേക്ക്, ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് പോവും, പിന്നെ നമ്മൾ സൂവിലേക്ക് പോവും. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ പോകണം? ലേക്ക് ഒന്ന് കാണണം. ഒരു ബാഗ് സെറ്റായി. പിന്നെ വേറൊരു വൈറ്റ് ബാഗ് ഇതിനുള്ളിൽ തന്നെ വെച്ച് യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ അതിലേക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇന്ന് അച്ഛനും മോളും സെയിം ഇന്ന് അമ്മ ബ്ലാക്ക്. അപ്പോ വെക്കേറ്റ് ചെയ്യാറായി. 10 മണിക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ ചർച്ച് ഇതാണ് ചർച്ച്. കണ്ടോ? ഞാൻ പറഞ്ഞത് അതിലെയാണ്, ഞാൻ പറഞ്ഞതല്ല അതിലെയാണ്. അപ്പൊ പറഞ്ഞിട്ട് ഇതാണ് പള്ളി. ഞങ്ങള് ചർച്ചിന്റെ അവിടെ നിക്കാണ്. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഏട്ടൻ വിചാരിച്ചു കൊട മേടിച്ചിട്ട് വരാം. ഏട്ടൻ മാത്രം പോയിട്ട് കൊട മേടിക്കാൻ പോവാണ്. താഴേക്ക് ഇറങ്ങണം. ഞാനും കുഞ്ഞാപ്പി ഇത് ഇവിടെ നിക്കാണ്. ഇവിടെ നല്ല മഴയായി. അച്ഛൻ കൊട മേടിച്ച് അയ്യോ ഇതേ പോണ്. വാ, കൊട കിട്ടിയില്ല. എന്ത് താന്ന്? അപ്പൊ ഇത് വേണ്ട നിനക്ക്? കൊട നീ പിടിച്ചപ്പോ ഞങ്ങളൊക്കെ എങ്ങനെ കിട്ടാ കുഞ്ഞാപ്പി കൊട? ഇപ്പൊ അങ്ങനെയാണല്ലോ, ഞങ്ങള് കൊട മേടിച്ചു, മഴ നിന്നു. നേരത്തെ എന്തൊരു മഴയായിരുന്നു. കൊട മേടിക്കാൻ പോയപ്പോ ഇപ്പൊ മഴ നിന്നു. നമ്മളിപ്പോ നമ്മൾ ഫസ്റ്റ് വെച്ച് മാർക്കറ്റിലേക്ക് പോകാന്നാണ്, പക്ഷെ നമ്മളിപ്പോ സൂവിലേക്കാണ് പോണേ. ഇവിടെ ഷട്ടിൽ ബസ് വരുന്നു പറഞ്ഞു സൂവിന്. എന്തിട്ടല്ല അല്ല. അപ്പൊ നമ്മള് ഇവിടെ നിക്കാണ് ഗൈസ്. ഭാഗ്യമില്ല ഗൈസ്, സൂ ഇന്ന് അടവാ. തേഴ്സ്ഡേസ് സൂ അടവാന്ന്. അയ്യോ, എനിക്ക് കുഞ്ഞാപ്പിയാണ് കടുവേനെ കാണണം, ആനേനെ കാണണം, ജിറാഫിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിരുന്നത്. പാവട്ടാ, സൂയിന്ന് അടവാന്ന്. നമ്മള് മാർക്കറ്റിൽ എത്തിട്ടോ. ഇതും അടവാ? ഇത് ഓ കുഞ്ഞപ്പി കടുവാന്ന് പറയുന്നുണ്ട്. അപ്പോ
ഞാൻ മിക്ക ഷോർട്സും ഇതിന്റെ കാണിക്കില്ല, ബിക്കോസ് ഇവിടെ തട്ടിപ്പറിച്ച് പോലെ, അതായത് തെറ്റ് കുറച്ച് അധികം കൂടുതലാന്ന് പറയുന്നുണ്ട്. സോ മിക്കത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. നമുക്ക് നമ്മുടെ ഫോണാണല്ലോ വലുത്. ഞാൻ കൊറേ ക്ലിപ്സ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യില്ല കേട്ടോ. ഇവിടത്തെ ലേക്ക് വ്യൂ കാണിച്ചു തരാവേ. സുന്ദരി യോ പറഞ്ഞേ, സുന്ദരി കാശി കിട്ടുന്ന പോലെ. ഇതാണ് നൈന ദേവി ടെമ്പിൾ. ഇതാണ് ഇതിനുള്ളിൽ എനിക്ക് ഫോൺ കടക്കാൻ പാടില്ല, അതുകൊണ്ട് അതിന്റെ ഉള്ളിലത്തെ വീഡിയോസ് കാണിക്കുന്നില്ല. ചൈന ടൗൺ, ഹാർട്ട് റോക്ക്, ഓരോ കടകളുടെ പേരാണ്. അമൃത് അല്ല, അമൃത് പെണ്ണെ അവ കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം. രണ്ട് കൈയും പിടിച്ചിട്ട് അമൃത്തോ? ആ അതോ അമൃത്. അങ്ങനെ ഒരാള് വാശി പിടിച്ചു തുടങ്ങി. വന്നേ 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 കുഞ്ഞാ. ഇതാണ് ഞാൻ മേടിച്ച ബാഗ്. ആക്ച്വലി ഈ ബാഗ് ഇപ്പൊ പ്രസവിക്കുന്ന പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബാഗിലേക്ക് കുറച്ച് സാധനങ്ങള് ഇതിലേക്ക് ആക്കണം. അതിന് കൂടിയിട്ടാണ് ഈ ബാഗ് മേടിച്ചത്. എന്നെ കണ്ടപ്പോ എനിക്ക് ബാഗ് ഇഷ്ടാവുകയും ചെയ്തു. ബലൂൺ പോയേ കിട്ടില്ല കേട്ടോ പിന്നെ കുഞ്ഞാപ്പി. പിന്നെ നമ്മള് ഇപ്പൊ ഒരു ചായ കുടിക്കാൻ കയറിയ ഗൈസ്. ഇതാണ് ബാഗ്. അപ്പൊ ഗൈസ് ചായ ആൻഡ് ബൺ മസ്ക. മക്കാനാ? ഓ ബൺ മസ്കയിലല്ലേ, ബൺ മക്ക ബട്ടർ. പേടിച്ചുപോയി. പിന്നെ പേടിച്ചിട്ട് ഇവിടെ അതിനോട് ഓടല്ലേന്നോ? നടത്തിട്ട് അങ്ങോട്ട്. അതിന് വയ്യാത്തതാ കുഞ്ഞിത്താത്തു. ആ ബാബുവിന് വയ്യാത്തതാ. ഓടണ വയ്യാത്ത പോലെ ഓടണം. ഇങ്ങടാ അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് വേണ്ടടാ കുഞ്ഞിത്താത്ത. അപ്പൊ കുഞ്ഞാപ്പിക്ക് കാറ്റ് വരില്ലേ? അന്ന് നിനക്ക് കാറ്റ് വരില്ലേ? കുഞ്ഞാപ്പി വെച്ചോടാ. അപ്പൊ അച്ഛനോ? അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് തണുക്കുന്നുള്ളൂ. ചെവിയിലേക്ക് കാറ്റൊന്നും അടിക്കില്ല. കുഞ്ഞിത്താത്ത വെച്ചേ, കുഞ്ഞിത്താത്തന്റെ ചെവിയിലേക്ക് കാറ്റടിക്കും. വെച്ചേ താത്ത വെക്ക്. വെക്കടോ വെക്കടോ. ഇന്ന് ഭയങ്കര തണുപ്പും നല്ല കാറ്റും. എന്നോട് അന്നേ ഏട്ടൻ അവിടുന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞത് സ്വെറ്റർ എടുത്ത് വെക്കാൻ. ഞാൻ തണുപ്പൊന്നും എനിക്ക് പ്രശ്നമില്ല. ഈ സമയത്ത് തന്നെ ഇത്ര തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കുഞ്ഞാപ്പിക്ക് സ്വെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവള് സ്വെറ്റർ പോയിട്ട് ഒരു തേങ്ങ ഇട്ടില്ല. സ്വെറ്റർ ഇട്ട് കൊടുത്ത് അപ്പൊ തന്നെ അവള് ഉരി കളഞ്ഞു. പിന്നീട് അത് സമ്മതിച്ചിട്ടില്ല. പക്ഷെ നല്ല തണുപ്പ് ഇവിടെ ഇന്ന്. ഇന്നാണ് ഞങ്ങൾക്ക് എവിടെ പോവാനും സ്ഥലമില്ല. എല്ലാ സ്ഥലവും കവർ ചെയ്തു. ആകെ ഒരു സൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇന്ന് അടവ്. എന്ത് കഷ്ടം നോക്കി. അയ്യോ തണുത്ത കാറ്റ്. കണ്ട കണ്ട
നല്ല കാറ്റ് അവിടെ. ഓ എന്തൊരു കാറ്റാട്ടാ. അച്ഛന്റെ മോള് തന്നെ കണ്ണാട് എവിടെ കാണണോ അത് അപ്പൊ വേണം. അടുത്തത് മേടിച്ചിട്ടുണ്ട് മുതല്. കുഞ്ഞാപ്പി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കാണ് ഗൈസ്. നമ്മൾ നിന്ന ഹോട്ടലിൽ തന്നെ ഫുഡ് അവർ അറേഞ്ച് ചെയ്തു. നമ്മൾ പുറത്തിരുന്നിട്ടാണ് കഴിക്കണം. കാഴ്ച കാണിച്ചു തരാം. കുഞ്ഞാപ്പി നല്ല ഉറക്കായിരുന്നു. കിട്ടിയിരിക്കുകയാണ്. കൂറുമ്പ് എന്താ കൂറുമ്പെന്ന് അറിയോ? ഇതാണ് ഞങ്ങളുടെ ഫുഡ്. നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു 5 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. 8:50 കേട്ടോ. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റും ഞാൻ പറഞ്ഞു നിന്നോട് പതുക്കാനെ നടക്കാൻ. തന്നെ വീണേക്കണം. പതുക്കാനെ നടക്കും. 8:50 ട്രെയിൻ. പക്ഷെ ഇവിടത്തെ ക്ലൈമറ്റ് പിന്നെ ചിലപ്പോൾ ട്രാഫിക്, മഴ നല്ലോണം പെയ്യുമ്പോൾ ചിലപ്പോൾ ട്രാഫിക് കുറച്ചധികം ഉണ്ടാവും. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങും. ഇനി ഈ ഡ്രസ്സ് മാറണം. കുഞ്ഞാപ്പിയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കണം. കുഞ്ഞാപ്പിയുടെ ഫുഡൊക്കെ ആയിട്ട് കഴുക്കായി. ഇത് പിന്നെ വലിയ ലോങ് ഡ്രസ്സാണ്. ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആവില്ല. സോ ഞാൻ ഡ്രസ്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം അത് മാറി. ഇനി ഇപ്പോൾ 3:45. ഒരു 4 മണിയാകുമ്പോൾ നേട്ടൻ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ പോകും. ട്രെയിനിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിസയാണ് കഴിക്കാൻ പോണേ. സോ ഡോമിനോസ് ഇവിടെ അടുത്തുണ്ട്. അതായത് KFC, സബ്വേ, ഡൊമിനോസ് ഒക്കെ ഒരു കുറച്ച് ദൂരത്തിലുള്ളൂ. സോ നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഡൊമിനോസ് ഉള്ളത്. സോ 4 മണിക്ക് മേടിക്കാൻ പോകും. 5 മണിക്ക് നമ്മുടെ വണ്ടി വരും. അങ്ങനെ നമ്മുടെ നൈനിതാൾ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ ഒരിക്കലെങ്കിലും വരണം. പിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയില്ല. ബിക്കോസ് ഈ മഴ കൂടിയ കാരണം ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം വിട്ടു ഞങ്ങൾ. ബാക്കി എല്ലാ സ്ഥലം കവർ ചെയ്തു. സിമ്പിൾ ഡ്രസ് ഇട്ടിട്ട് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതേ ഒരാളങ്ങോട്ട് കുഞ്ഞാപ്പി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നാ നമ്മളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. ഇപ്പൊ വരുന്നു പറഞ്ഞു. ട്രെയിനിൽ നമ്മൾ തിരിച്ചിനി എങ്ങോട്ടാ പോണേ? ജയ്സൽമീർ. നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ സ്റ്റേഷനിലേക്ക് നമ്മളിപ്പോ ചായ കുടിക്കാൻ നിർത്തിയേക്ക. അയ്യോ എനിക്ക് ഭയങ്കര തലവേദനയും. എനിക്ക് പണ്ടൊന്നും എനിക്ക് ഇത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടനോടല്ല, പണ്ട് എനിക്ക് എത്ര യാത്ര ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കൂസലില്ലാണ്ട് ഇരുന്നിരുന്ന ഞാൻ. പക്ഷെ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഗ്യാസ് ബിൽഡായി. പിന്നെ ഭയങ്കര പരാക്രമമായിരിക്കും ഗ്യാസ് ഭയങ്കര ഇതായിട്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചധികം നേരം ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ട്രാവൽ ചെയ്ത് വന്നപ്പോഴും ഇപ്പൊ ഞാൻ തോന്നുന്നു നമ്മൾ എത്ര മണിക്കാ 6 മണിക്കാണ് 6 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് കയറിയത്. അത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഗ്യാസൊക്കെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യല്ലേ, ഗ്യാസൊക്കെ ബിൽഡായി. ഇനി ഇവിടുന്ന് ജയ്സൽമീർ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല. ബിക്കോസ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം എനിക്ക് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല.
അത് RAC അങ്ങനെ എന്താ സംഭവം ഇരുന്ന് പോണത്. 2 ആളുടെ ടിക്കറ്റ് എന്ത് കൺഫേം ആയില്ല. സോ ഇരുന്ന് പോണതാണ്. ഈ ഒരു നാളെ രാത്രി എത്തുള്ളൂ. എന്താവും എന്റെ അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ. പിന്നെ ഒന്നാമതേന് ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഞാൻ. ഹോർമോൺ ടാബ്ലറ്റ്സ് തീർന്നു, ഇന്നത്തോടെ ഉള്ളൂ. അതും തീർന്നു. എല്ലാം കൂടിയായിട്ട് ഇവിടെ നിന്നുള്ള ജേർണി നല്ല രസമായിരിക്കും. അതായത് ഇവിടുന്ന് നൈനിത്താൾ ടു ജയ്സൽമീറിലുള്ള ജേർണി അടിപൊളി ജേർണി ആയിരിക്കും. അയ്യോ താങ്ക് യു. ഓ ചൂട് ചായ, താങ്ക് യു. പിന്നെ ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ ഇപ്പൊ അടച്ചിട്ടേക്കാണ്. അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ അടച്ചിട്ടേക്കാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ട്രെയിനിൽ കയറും. അമ്മയ്ക്കാ ഇതെനിക്ക് ടോയ് കുഞ്ഞാപ്പിക്ക് കഴിക്കാനുള്ളത് അമ്മയ്ക്ക്. ഓക്കെ, ടോയ് മാത്രം തരും. ഓക്കെ ആണോ? അങ്ങനെ കഴിക്കാൻ പറ്റും. അമ്മ തുറന്നുതരാം. ഇത് മേടിച്ചു കൊടുക്കല്ലേ. ഇതൊക്കെ കഴിച്ചു തുടങ്ങിയാ പിന്നെ എന്താവും? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കഴിയാം. എനിക്ക് ഗൈസ്, ഇതും എനിക്ക് ഗൈസ്. കുഞ്ഞാപ്പിക്ക് ടോയ് മാത്രം. ഇതില് ടോയ്സ് മാത്രേ ഉള്ളൂ. കേറി തുടങ്ങി തോന്നണ കേട്ടാ. നമ്മള് സീറ്റിലിരുന്നിട്ട് കാണാം. ടോയ് മാത്രം. ടോയ് തരട്ടെ ടോയ്. കളിക്കാനാണോ? കഴിക്കാനൊന്നും ഇല്ല ഇതില് ടോയ് മാത്രേ ഉള്ളൂ. കഴിക്കാനല്ലത്, ടോയ് മാത്രേ ഉള്ളൂ. കഴിക്കാനുള്ളത് ഇല്ല ഇതില്. ടോയ് തരാട്ടാ. അങ്ങനെ അച്ഛൻ വന്നിട്ട് ഫിറ്റ് ചെയ്താ മതിയാ? വേണ്ടേ? ഓക്കെ ബാ നോക്കാം. ബാ, ഇതാണ് ഡക്ക് കേസ്. അല്ല സോറി, ഇതാണ് ഡക്ക് കേസ്. ഓക്കെ, നമ്മൾ ആദ്യം ഡക്കിനെ വെച്ചു. ഇവിടെ ഒരാള് ഫസ്റ്റത്തെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കും. ശരിയായാ? സൂപ്പർ. ഹാപ്പി? അച്ചൂടാ ഹാപ്പി? ഹാപ്പി ആണോ കുഞ്ഞിതോത്ത്? ഹാപ്പി ആണോ? ആ കിട്ടിയത് അതെന്താന്ന് എനിക്കറിയില്ലേ. ചൂടോടെ കഴിക്കുന്നു. ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. പിഷ പറഞ്ഞേ. നിങ്ങളുടെ അവസ്ഥ നോക്ക്. ഒരാള് എണീറ്റ്. ഞാൻ പറഞ്ഞല്ലോ സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഒരാൾ ഉറങ്ങിയിട്ട് ഒരാൾ ഉറങ്ങും. എണീറ്റിരിക്കണം. ഒരാൾ എണീറ്റിരിക്കും, ഒരാൾ ഉറങ്ങണം. ഞാനപ്പോ ആ സമയത്ത് കുഞ്ഞാപ്പി ഇറങ്ങിയില്ല. അപ്പൊ ആ സമയത്ത് കിഡർ കഴിക്കാതെ വിചാരിച്ചേ ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ട്രെയിനില് ഉറങ്ങാൻ പറ്റിട്ടോ. ബിക്കോസ് ഒരു സീറ്റ് കാലിയായിരുന്നു. ഏട്ടൻ അവിടെ പോയി കിടന്നു. ഇടയ്ക്ക് പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറേണ്ടി വന്നു. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തും വേറൊരു സീറ്റ് കാലിയായിരുന്നു. അപ്പൊ ഏട്ടന് ഉറങ്ങാനും പറ്റി, എനിക്ക് ഉറങ്ങാനും പറ്റി. ഞങ്ങൾ വിചാരിച്ചു ഇരുന്ന് വയ്യാണ്ടാവുന്നു. ഒരാശ്വാസം ഉണ്ട് ഇപ്പൊ. ഇതാ നമ്മൾ നല്ല ലേറ്റ് ആയിട്ട് എണീറ്റത്. 9 മണിയായി ഇപ്പൊ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ എത്ര മണിക്ക് എത്താ ഇനി ജയ്സൽമീർ? രാത്രി 11 മണിയൊക്കെ ആവും. അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കിനി ഫുഡ് കഴിക്കണമെങ്കിൽ ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തണം. അപ്പൊ അതുവരെ ഒരു വിശപ്പിന് നമ്മൾ ലിറ്റിൽ ഹാർട്സ് കഴിക്കാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങി വരുന്ന വഴിക്കും ഫുഡ് വന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ലോണം ഉറങ്ങി 3 ആള്.
മത്സരിച്ചുറങ്ങാം. അത്ര ടേസ്റ്റ് ഇല്ല. ചോറ് വെന്തിട്ടില്ലേ? ചോറ് വന്നിട്ടില്ല. ഈ സ്റ്റേഷനിൽ അരമണിക്കൂറല്ലേ? അരമണിക്കൂറുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ചായയോ പിന്നെ എന്തിട്ടുള്ള ഏട്ടാ? സമൂസ വേണ്ട, ഇത് മതി. ഏട്ടനേന്ന് കുറച്ച് ചായ തന്നാ മതി. ഇതാരാ മേടിച്ചേ? അച്ഛനാ മേടിച്ചത്. അച്ഛനെ കൊണ്ട് മേടിപ്പിച്ചതാരാ? അച്ഛനെ കൊണ്ട് മേടിപ്പിച്ചതാരാ? അച്ഛനായിട്ട് മേടിക്കില്ലെന്ന് എനിക്കറിയാം. ആദ്യം ഇത് കഴിക്കും. ഗൈസ്, നമ്മള് കേരള ഹോട്ടലില് ഫുഡ് പറഞ്ഞു. ഫുഡ് ഇപ്രാവശ്യം വന്നു. പോകുമ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പ്രശ്നം വന്നു. നമ്മള് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ഒരു ഫിഷ് ഫ്രൈ അല്ലേ? ഒരു ഫിഷ് ഫ്രൈ, പിന്നെ ബീഫ്. ഉറക്കെ പറയാൻ പറ്റില്ല, അതാണ് പയ്യെ പറഞ്ഞത്. ബിരിയാണി സ്പൂണില്ല അല്ലേ? ഇത് മീൻ. ആൻഡ് ദിസ് ഈസ് കൊതിയാവണം. ഫസ്റ്റ് ബിരിയാണി. നമ്മളങ്ങനെ ജയ്സൽമീർ എത്തിയിരിക്കുകയാണ്. ആര് അവിടെ വന്നിട്ടുണ്ട്? ശിശിരച്ഛൻ പുറത്ത്. ആ മാമനെ നമ്മളെ കൊണ്ടുപോകാൻ വരണേ. ആ മാമനെ നമ്മളെ കൊണ്ടുപോകാൻ പോണേ വീട്ടിലേക്ക്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, വി ആർ ബാക്ക് ടു ജയ്സൽമീർ. എവിടെ? ആസ് ഓൾവേസ് ഏട്ടനും സാറും കൂടി ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഒപ്പം വെള്ളം മേടിക്കണം. നമ്മുടെ വീട്ടിലത്തെ വെള്ളം തീർന്നു. ലൈറ്റ് വന്നു. ലൈറ്റ് പോയാ. അപ്പോ അതിനു വേണ്ടി പോയേക്കാണ് ഗൈസ്. അയ്യോ, സത്യം പറഞ്ഞ അവിടുത്തെ നൈനിത്താളുടെ ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ സങ്കടാവും എനിക്ക്. ഇവിടെ ഭയങ്കര പൊടിക്കാറ്റും ഒരു എന്താ പറയണ്ടെന്ന് അറിയുന്നു. പക്ഷെ നൈനിത്താൽ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞ അത് വൺസ് ഇൻ എ ലൈഫ് ടൈം കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഒരു പീസ്ഫുൾ, ലൈക്ക് നല്ല തിരക്കാണെങ്കിലും ഭയങ്കര ഒരു സമാധാനമായിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഒരു നല്ല രസമാണ്. അത് കാണണം, നിങ്ങൾ ഒരിക്കലെങ്കിലും കാണണം. പിന്നെ പറയുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് ദാറ്റ് പ്ലേസ്. ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാപ്പിക്ക് നൈനിത്താൾ ഇഷ്ടമായാടാ? സ്ട്രേറ്റ് കട്ട് ആൻഡ് റൈറ്റ് ഇല്ല. അതെന്താ ഇഷ്ടാവാണ്ടിരുന്നേ? റീസൺ പറയണം. റീസൺ എന്താ? വെള്ളം വാട്ടർ പിടിക്ക് തണുപ്പാ. പിടിച്ചോ. അയ്യോ തപ്പുവെള്ളം. ഗൈസ്, ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ വന്നതല്ലേ. സോ ഞങ്ങളൊക്കെ ഒന്ന് കുളിച്ച് സെറ്റ് ആവാൻ പോവാണ്. ഒരു ലോഡ് തുണി കിടക്കുന്നുണ്ട് എനിക്ക് നാളെ കഴുകാൻ വേണ്ടിയിട്ട്. ബാക്ക് ടു മൈ
ഡെയിലി റുട്ടീൻ കറക്കൊക്കെ കഴിഞ്ഞു, സങ്കടമാണ്. സോ ഞങ്ങൾ കുളിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ കുളിച്ച് സെറ്റായി ഇറങ്ങണം. അതെ, നല്ല ഇഷ്ടം. പിന്നെ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും നൈനിത്താൾ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി. യാ, സോ നിങ്ങളും അതെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നൈനിത്താൾ വിസിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇനി അടുത്ത വീഡിയോ ഓക്കെ ഗൈസ്, പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ടാറ്റ പറഞ്ഞോ, പറ.